ലൈംഗികാതിക്രമ കേസിൽ ആൾദൈവം ചൈതന്യാനന്ദ സരസ്വതി അറസ്റ്റിൽ. ആഗ്രയിൽ നിന്നാണ് ഡൽഹി പോലീസ് ചൈതന്യാനന്ദയെ പിടികൂടിയത്. 30ഓളം വിദ്യാർത്ഥികളാണ് ചൈതന്യാനന്ദയ്ക്കെതിരെ പരാതി നൽകിയത്. ആദിൽ പാലോട് നമുക്കൊപ്പം. ആദിൽ പാലോട്, ഇവിടെ നിന്നാണ് അറസ്റ്റ് ചെയ്തത്, എന്തൊക്കെയാണ് വിവരങ്ങൾ? കുറച്ചു ദിവസമായി ചൈതന്യാനന്ദ സരസ്വതി ഒളിവിൽ കഴിയുകയായിരുന്നു. 17 വിദ്യാർത്ഥിനികളുടെ പരാതിയാണ്. ശ്രീ ശാരദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യൻ മാനേജ്മെന്റിലെ വിദ്യാർത്ഥികളാണ്, PG ഡിപ്ലോമയ്ക്ക് പഠിക്കുന്ന വിദ്യാർത്ഥിനികളാണ് പരാതി നൽകിയിരുന്നത്. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകിയാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷന്റെ മുൻ ചെയർമാനായിരുന്നു ചൈതന്യാനന്ദ സരസ്വതി. ഈ സമയത്ത് വാട്സപ്പ് മെസ്സേജുകൾ അയച്ചും അല്ലാതെയും നേരിട്ടും ശാരീരികമായും ഒക്കെ അപമാനിച്ചു, പീഡിപ്പിച്ചു, അതിക്രമിച്ചു എന്നുള്ളതാണ് വിദ്യാർത്ഥിനികളുടെ പരാതി. ഇത് സംബന്ധിച്ചുള്ള കേസ് നേരത്തെ തന്നെ ഉള്ളതാണ്. കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച പാട്യാല കോടതി ചൈതന്യാനന്ദ സരസ്വതിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. അതിന് പിന്നാലെയാണ് പോലീസിന്റെ നിരീക്ഷണം. പോലീസിന് കിട്ടിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ആഗ്രയിലെ ഒരു ഹോട്ടലിൽ നിന്ന് ദില്ലി പോലീസ് ചൈതന്യാനന്ദ സരസ്വതിയെ പിടികൂടുന്നത്. ഇന്ന് രാവിലെ 3:30 പുലർച്ചെയാണ് കൃത്യമായി പിടികൂടിയത് എന്നാണ് ദില്ലി പോലീസ് വൃത്തങ്ങൾ അറിയിക്കുന്നത്. ഏതായാലും ദില്ലിയിലേക്ക് ചൈതന്യാനന്ദ സരസ്വതിയെ ഉടൻ തന്നെ കൊണ്ടുവരും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 17 വിദ്യാർത്ഥിനികളാണ് ലൈംഗികാതിക്രമ പരാതി ചൈതന്യാനന്ദ സരസ്വതിക്കെതിരെ നൽകിയത്. പിന്നാക്ക വിഭാഗത്തിലുള്ള കുട്ടികളാണ്, ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. മുൻ ചെയർമാനായിരുന്ന സ്വാമിക്കെതിരെ, സ്വയം പ്രഖ്യാപിത ആൾദൈവത്തിനെതിരെ പരാതി നൽകിയിരിക്കുന്നത്. ഏതായാലും കടുത്ത നടപടികളിലേക്ക് പോവുകയാണ്. ഇദ്ദേഹത്തിന്റെ സ്വത്തുക്കളൊക്കെ പോലീസ് ഫ്രീസ് ചെയ്തിരുന്നു. പിന്നാലെ ഇദ്ദേഹം ഉപയോഗിച്ചിരുന്ന ആഡംബര വാഹനങ്ങളും പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇതിനുശേഷം നടത്തിയ അന്വേഷണത്തിലാണ് ആഗ്രയിലെ ഒരു ഹോട്ടലിൽ നിന്ന് ചൈതന്യാനന്ദ സരസ്വതിയെ പിടികൂടിയിരിക്കുന്നത്. സുജയ, വിവരങ്ങൾ നൽകിയത് ആദിൽ പാലോട്.